ഗുരുശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 5. എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നലത്തെ ഗുരുവായൂർ പോയതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുരുവായൂർ ഇന്നലെ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ, ഇന്നലെ ഗുരുവായൂർ പോയി വന്ന് കിടന്നപ്പോൾ താമസിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ 7 മണി കഴിഞ്ഞു. 7:15 ആ സമയത്ത് മൊബൈൽ സാധാരണ രാത്രിയിൽ എയറോപ്ലെയിൻ മോഡായിരിക്കും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആദ്യം കണ്ടത് ഒരു മെസ്സേജാണ്. അതിൽ ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ ഒരമ്മൂമ്മ അയച്ചു തന്നിരിക്കുന്നു. സന്തോഷത്തോടെ ഈ യൂട്യൂബ് വന്നതിന് ശേഷം വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് അത് അയച്ചത്. അപ്പോഴേ എനിക്ക് തോന്നി ഗുരുവായൂരപ്പൻ എന്തോ സന്ദേശം കൈമാറുകയാണ് എന്നെനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു വിദേശത്തുള്ള ഒരു അനിയൻ, അദ്ദേഹം വാട്സാപ്പ് മെസ്സേജ് അയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ പറഞ്ഞ കൃഷ്ണൻ കൈപിടിച്ച ആ ചേച്ചി, കൃഷ്ണഭക്തയുടെ പേരുള്ള ആ ചേച്ചിയുടെ നമ്പർ ഒന്ന് കിട്ടുമോ? ആ ചേച്ചിയെ വിളിച്ച് സംസാരിക്കാനാണ്. ആ അമ്മയുടെ, ചേച്ചിയുടെ എന്നല്ല, ഞാൻ ചേച്ചി എന്ന് പറയുന്നു. കാര്യം എനിക്ക് 57 വയസ്സായി, ആ ചേച്ചിക്ക് 66 വയസ്സ്. അദ്ദേഹത്തിന് പ്രായം കുറവാണ്. ആ നമ്പരൊന്ന് കിട്ടുമോ? ആ അമ്മയുടെ നമ്പർ കിട്ടുമോ? ആ അമ്മയുടെ അടുത്ത് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ, പഴനിയോ ഗുരുവായൂരോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ അമ്മയെയും കൂട്ടത്തിൽ കൂട്ടാം ഉള്ള ആ രീതിയിൽ അദ്ദേഹം വളരെ ഗുരുവായൂരപ്പൻ തോന്നിച്ചിട്ട്. കാര്യം ആ വീഡിയോ ഇന്ന് രാവിലെ ഇട്ടതിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ, എനിക്ക് 6-7 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ വന്നു, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു. റാൻഡമായപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ്. വൈകിട്ടാണ് അത് കണ്ടത്. എൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഫോൺ എടുത്തത്. ഫോൺ ഇതുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. കാര്യം കണ്ടിന്യൂസ് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം ആ കാര്യം പറഞ്ഞ് അത് ചേച്ചിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയോ ഈശ്വരൻ്റെ ആ ഗുഡ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇത് പറയുമ്പോഴത്തേക്കും ചിലർ പറയുന്നുണ്ട് കൃഷ്ണൻ വളരെയധികം കഷ്ടപ്പെടുത്തുന്നു, വളരെയധികം ദുഃഖിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൃഷ്ണൻ, രാമൻ, നരസിംഹം, വരാഹം. ഈ 4 അവതാരങ്ങൾ മനുഷ്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണ്. ഇതിൻ്റെ പ്രമാണങ്ങളോ ഇതിൻ്റെ ഏത് ഗ്രന്ഥത്തിലാണെന്നൊന്നും എനിക്കറിയില്ല. വരാഹം ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് എടുത്ത അവതാരമാണ്. ഭൂമി സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും വരാഹക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രതിവിധിയുണ്ട്. പക്ഷേ നമ്മുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടോ വഴിപാട് ചെയ്തത് കൊണ്ടോ പെട്ടെന്ന് മാറുകയില്ല. അതാണ് പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നരസിംഹാവതാരം. നമ്മൾക്ക് ഒരഭയവുമില്ല ശത്രുക്കളിൽ നിന്ന്, 4 പാടും ശത്രുക്കൾ. അങ്ങനെയുള്ള അവസരത്തിൽ നരസിംഹദേവരെ അഭയം പ്രാപിക്കാം, അദ്ദേഹം രക്ഷിക്കും. 3. ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം എല്ലാ ഭാരവും ചുമലിലേറ്റിയിട്ട്, ഇപ്പോൾ ലക്ഷ്മണനോട് തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്, നീ മാറി നിൽക്കുക, ഞാൻ യുദ്ധം ചെയ്യാം. നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം. അദ്ദേഹം അത് പെട്ടെന്ന് സ്വയം ഏറ്റ് ചെയ്യുന്ന ഒരു അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. പക്ഷേ ശ്രീകൃഷ്ണൻ തീർത്തും വ്യത്യസ്തനാണ്. ഈ അവതാരങ്ങളിലെ പരമാത്മ സ്വരൂപനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അർജുനെ ഉപദേശിച്ചത് കംപ്ലീറ്റ് ദൈവമാകാനായിട്ട്, പരമാത്മാവാകാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അധർമ്മത്തിനെതിരെ ധർമ്മത്തിന് വേണ്ടി പോരാടുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം, അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അശരീരി അല്ലെങ്കിൽ ഒരു അപവാദം കേട്ടത് വെച്ചിട്ട് അവരുടെ ജീവിതം കാരാഗ്രഹത്തിലാകുകയും ജനിച്ച ഉടനെ തന്നെ നാട് കടത്തപ്പെടുകയും അതിനുശേഷം വിഷപ്പാൽ കുടിക്കേണ്ടി വരിക, എന്തൊക്കെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. എന്നിട്ടും തളർന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ ഭക്തൻ പോയാൽ കൂടെ നിന്നിട്ട് ആ കാർമ്മികങ്ങളിലൂടെ അനുഭവിച്ച് മോക്ഷപദത്തിലേക്ക് എത്തുന്ന ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ.
അത് അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹം നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നതല്ല. നമ്മുടെ കാർമ്മികങ്ങൾ ഈ ജന്മത്തിൽ എടുത്തു തീർത്ത് മോക്ഷത്തിലേക്കുള്ള പാത എളുപ്പമാക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരറിവ്. അപ്പോൾ ആ കാര്യം എല്ലാവരോടും ഒന്ന് അറിയിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ എനിക്ക് ഗുരുവായൂരിൽ നിന്നുണ്ടായ അനുഭവം അത് ഞാൻ വിവരിക്കുക. ഏതായാലും ഒരു 5-6 മിനിറ്റിൻ്റെ വീഡിയോസാക്കി ഇടാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷം, കൃപാകടാക്ഷം, അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. എല്ലാവരുടെയും സ്വന്തം ശ്രീനിവാസപ്പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.